ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലത്തെ ബിഗ് ബോസ് സീസൺ 7 ഒരു മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു. ആരാണ് ഒരു ഹൈജീനിക് ടാസ്ക് ആയിരുന്നു. ആരാണ് ഏറ്റവും വൃത്തിയായിട്ട് നടക്കുന്നതും ആരാണ് ഏറ്റവും വൃത്തികേടായിട്ട് ബിഗ് ബോസിൽ ഉള്ളതും എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കൂടുതലും പറഞ്ഞത് അനീഷ്, പിന്നെ വൃത്തികേടായിട്ട് നടക്കുന്നത് അനീഷ്, നെവിൻ, ഇവരുടെയൊക്കെ പേരാണ്. ഏറ്റവും വൃത്തിയായിട്ട് നടക്കുന്നത് ബിന്നിയാണെന്നും പറഞ്ഞു. അപ്പോൾ അനുമോളുടെ അവസരം വന്നു. അപ്പോൾ അനുമോൾ പറഞ്ഞ് ഏറ്റവും വൃത്തികേടായിട്ട് നടക്കുന്നത് രേണുസുതിയാണ്. കാരണം എപ്പോഴും ഈ മുടി ഇങ്ങനെ മാന്തിയും പേനും ഒക്കെ ഉണ്ട്. എന്തോ ഒരു സാധനം എന്തോ തലയിലെങ്ങാണ്ട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ എന്തോ ആണെന്നാണ് പറയുന്നത്. പക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അനുമോളടുത്ത് രേണു പറഞ്ഞു, നീ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അവർക്ക് എന്തോ ഒരു വലിയൊരു ചമ്പലായിട്ടാണ് തോന്നിയത്. പക്ഷെ അതൊരു ടാസ്ക് ആയിരുന്നു. കാരണം എല്ലാവരും തുറന്ന് പറഞ്ഞു. ഇപ്പം നെവിനൊക്കെ ആണെങ്കിൽ പരാതി പറയാനേ സമയം കണ്ടില്ല. കാരണം ആര്യൻ പറഞ്ഞ് ഏറ്റവും ഭയങ്കര ഒരു സ്മെല്ല് എന്ന് പറഞ്ഞാൽ നെവിനെയാണ്. പക്ഷെ നെവിനൊന്നും വലിയ കാര്യമൊന്നും ആക്കത്തില്ല. പുള്ളിക്കാരൻ വളരെ തമാശയായിട്ടാണ്, വലിയ സീരിയസ് ഒന്നും ഇല്ല എന്നാണ് ബിഗ് ബോസിൽ നിൽക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടില്ല. കാരണം അറിയാമല്ലോ, ഈ നാട്ടിൽ ഇവരെ കാണുന്നത് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടാണ്. അപ്പോൾ അവരുടെ ഇമേജ് നഷ്ടപ്പെടും മനസ്സിലായതുകൊണ്ടായിരിക്കും അവർ അത് ചമ്മിപ്പോയത്. പിന്നെ അതിനെ ചൊല്ലി കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ഈ പുള്ളിക്കാരി എപ്പോഴും ഒരു ഇതാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ, മറ്റേ ഇതായിട്ടൊന്നുമില്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് വീട്ടിൽ പോകണം. അപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞ ശേഷം അവർക്ക് വീട്ടിൽ പോകണം, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ഭയങ്കര നാടകം കളിയാണ്. അതൊന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. തലയുടെ പ്രശ്നം പറയരുതായിരുന്നു. അത് ഹൈജീനിക്കായിട്ട് ടാസ്ക് ആയിരുന്നു. അപ്പോൾ അത് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നെവിന് കംപ്ലൈൻറ്റ് പറയാമല്ലോ. ഒന്നും പറഞ്ഞു. ഇതൊരു പുള്ളിക്കാരിയുടെ ഒരു അടവാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും ശനിയാഴ്ച വരുമ്പോൾ ലാലേട്ടൻ ചോദ്യം ചെയ്യും. എന്തായാലും വേണം. കാരണം ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ്. അവരുടെ അടുത്ത് ചോദിച്ചതാണ്, നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, രേണുവിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്നാണ്. പക്ഷേ ഇങ്ങനെയുള്ള ഈ ഒരു ഡ്രാമ ഇനി അവസാനിപ്പിക്കണം. ബാക്കിയൊന്ന് കേൾക്കാം. ഞാൻ പറഞ്ഞ പുള്ളിക്കാരിക്ക് അത് ഫീലായി. കാരണം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഇവിടുത്തെ ലേഡി സൂപ്പർ സ്റ്റാർ ആണല്ലോ. അങ്ങനെയാണല്ലോ ആളുകൾ, മറ്റേ ട്രോളന്മാരും ഓൺലൈൻ മീഡിയക്കാരും ലേഡി സൂപ്പർ സ്റ്റാർ ആണല്ലോ. പക്ഷെ അവർ നന്നായിട്ട് എന്തെങ്കിലും സംഭവം പ്രശ്നമൊക്കെ ഉണ്ടായ അവർ നന്നായി സംസാരിക്കും. പക്ഷെ അവർ ഒരു പതുങ്ങി നിൽക്കുകയാണ്. അവർക്ക് അതിൽ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവരിതിലേക്ക് വന്നത്. പിന്നെ ഈ ഭാഗത്തൊക്കെ ഇവിടെ ഈ ഹൃദയയുടെ ഭാഗത്തായിട്ട് അത് കൃത്യമായിട്ട് രേണുവിന് എടുത്തു കൊടുത്തിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് അറിയാലോ, വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് എടുപ്പിക്കാൻ വെച്ചാൽ ഞാൻ അങ്ങ് എടുത്തു കൊടുക്കും. കാരണം എനിക്ക് ചേച്ചി വർഷമായിട്ട് അറിയാവുന്നതല്ലേ. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞും കൊടുത്തു. അത് ഞാൻ
ഓപ്പൺ പറയാൻ ഞാൻ ചേച്ചി അല്ലാതെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചേച്ചി ഇവിടെ വന്നതിന് സമയത്ത് തല കഴുകാറില്ല, തലയിൽ എക്സ്റ്റൻഷൻ വെച്ചുകൊണ്ട് തല കഴുകാറില്ല. അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അനുമോള് മുൻപ് ഇങ്ങനെ എടുത്തു കൊടുത്തിട്ടുണ്ടോ? അപ്പൊ പുള്ളിക്കാരി തലയിൽ എന്തോ എക്സ്റ്റൻഷൻ അങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കറിയത്തില്ല അതെന്താണ്. അപ്പൊ അതിൻ്റെതാണെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് ഒരു വലിയൊരു ഡ്രാമ തന്നെയാണ്, കരച്ചിൽ നാടകമൊക്കെയാണ്. ഇത് ശരിയല്ല. കാരണം ഇങ്ങനെ അവർക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർ കൺഫെഷൻ റൂമിൽ ചെന്ന് പറഞ്ഞ് ബിഗ് ബോസ് എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് തുടരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ വിടും. അല്ലാതെ ഇവർ ഈ വേറെ ഈ ക്യാമറയുടെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഈ ആളുകൾ മറ്റുള്ള കണ്ടസ്റ്റൻസൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വരും. ചേച്ചി അങ്ങനെ പറയരുത്, അതല്ല അങ്ങനെയൊന്നുമല്ല, അവർ ഇതായിട്ട് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. അതാണ് അവർക്ക് ഏറ്റവും വലിയൊരു ആവശ്യം. അവർക്കൊരു കണ്ടന്റ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കണ്ടന്റ് ഉണ്ടാക്കുകയാണ് അവരുടെ പ്ലാൻ. ഇങ്ങനെ പറയുമ്പം മറ്റ് കണ്ടസ്റ്റൻസൊക്കെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വരും, സ്ത്രീകൾ. അത് അവരൊരു പ്ലാനാണ്, അവരൊരു കണ്ടന്റ് മേക്ക് ചെയ്യാണ്. കാരണം ഇത് കുറിച്ച് പറയുമ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സും പിന്നെ മറ്റ് ഇതിലൊക്കെ ചർച്ച വരും. അപ്പോൾ അതവരൊരു പ്ലാനാകും, അവർക്ക് പിന്നെയും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ കൂടിയാണ്. പക്ഷെ ആണുങ്ങൾ ആരും ഇടപെട്ടില്ല. കാരണം അക്ബർ ഒരു പേരിട്ടപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഫീലായി. അപ്പോൾ ഒരുപാട് ഇതൊക്കെ കാണിച്ചു. പക്ഷേ അനുമോൾ ഇങ്ങനത്തെ കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് എന്തോ വല്ലാത്ത ഇതായിപ്പോയി. അതുകൊണ്ട് അവർ ദേഷ്യം കാണിച്ചു എന്ന് എല്ലാവരും ഭയങ്കര പരാതി പറഞ്ഞു. കാരണം ഇതൊരു ഹൈജീനിക്കിൻ്റെ ടാസ്ക് ആയിരുന്നു. അപ്പോൾ എല്ലാവരും തുറന്നു പറഞ്ഞ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ആളുകളും എടുത്തു പറഞ്ഞ പേരാണ് നെവിൻ. കാരണം നെവിന് വല്ലാത്തൊരു സ്മെല്ലാണ്, മുടിയിലൊക്കെ വല്ലാത്ത സ്മെല്ലൊക്കെ കൂടെയാണ് ആര്യൻ പറഞ്ഞായിരുന്നു. പക്ഷേ അനുമോൾ ഇത് പറഞ്ഞപ്പം രേണുവിന് ഭയങ്കരമായിട്ട് പൊള്ളിപ്പോയി. കാരണം പുള്ളിക്കാരിയെ നമ്മുടെ നാട്ടിൽ ലേഡി സൂപ്പർ സ്റ്റാറായിട്ടാണ് അറിയുന്നത്. അപ്പോൾ അവർക്ക് ഇതായിപ്പോയി. പിന്നെ ഒരു കാര്യം, ഇപ്പോൾ ബിഗ് ബോസിൽ എല്ലാവരും വരുന്നതെന്ന് വെച്ചാൽ ഒറ്റയ്ക്കാണ്. ഇപ്പോൾ എവിക്റ്റായി പോവുകയാണെങ്കിലും അവർ ഒറ്റയ്ക്കേ പോകത്തുള്ളൂ. അവരെല്ലാവരും ഇൻഡിവിജ്വലായിട്ടുള്ള പ്ലേയേഴ്സാണ്. ഇപ്പോൾ അവർ ടാസ്കിൻ്റെ ഇടയിലും അല്ലെങ്കിലും മറ്റ് ഗെയിമിലൊക്കെ അവരെല്ലാവരും ഒറ്റയ്ക്കാണ്. പിന്നെ ഇതുപോലുള്ള ചെറിയ ഇത് മാത്രമേ ഉള്ളൂ, സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു സൗഹൃദവും ചേട്ടനും അനിയനും ബന്ധം. അല്ലാതുള്ള ഇത്തരം കാര്യങ്ങളിലും ഒന്നും അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവർ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനാണ് അത് നേട്ടം. ഒരാൾ ഒരു ടാസ്കിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആർക്കാ? അത് അവർക്ക് തന്നെയാണ്, ആ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനാണ് അതിന് ഗുണമുള്ളത്. പിന്നെ ഇതിപ്പോൾ അവർ പോയി കഴിഞ്ഞാൽ ഇതിനെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരുപാട് പേരാണ്, അർഹതപ്പെട്ട ഒരുപാട് ആളുകളാണ്, അവർക്ക് വരാനുമായിട്ടുള്ളൊരു അവസരവും കൂടിയാവും. അപ്പോൾ ഇങ്ങനെയുള്ള നാടകമൊന്നും മറ്റ് പെണ്ണുങ്ങളാണ് കൂടുതലും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊന്നും സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക. ഇനി സാറ്റർഡേ വരുമ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ഈ വിഷയം സംസാരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമായി. കഴിഞ്ഞ പ്രാവശ്യം വന്ന് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്നോളാം എന്ന് പറഞ്ഞു. പക്ഷേ ഈ പ്രാവശ്യം അവർ എന്തോ എനിക്ക് പോകണം, ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. അപ്പോൾ ഇത് ഒരു തീരുമാനം എടുക്കണം. ഒന്നെങ്കിൽ രേണുവിന് ഇപ്പോൾ ഇവിടുന്ന് പോകാം, അല്ലെങ്കിൽ എവിക്റ്റ് ആകുന്നവരെ ഇവിടെ നിൽക്കാം. ഇതിനൊരു തീരുമാനം രേണു സുധിയെ കൊണ്ട് ലാലേട്ടൻ പറയിപ്പിക്കണം. അപ്പോൾ ഇതാണ് ഇനി ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം ബായ്.